ന്യൂറോപ്ലാസ്റ്റിസിറ്റി റൂൾ പറയുന്നത് ഇമോഷന്റെ ഒപ്പം ഫയർ ചെയ്യുന്ന ന്യൂറോൺസ് വേഗത്തിൽ ബ്രെയിനിൽ വയർ ആവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ്റെ ലോജിക് എന്താണ്? നമ്മൾ റിസൾട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നതാണ് ഡ്രൈ ആയിട്ട് അഫർമേഷൻസ് പറയുന്നതിനേക്കാൾ പവർഫുൾ ആവുന്നത്, അല്ലേ? ഓൾറെഡി കിട്ടിയെന്ന പോലെ ഇമോഷൻ എംബോഡി ചെയ്യുമ്പോഴാണ് സ്ട്രോങ്കർ റീവയറിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇമോഷനാണ് ന്യൂറൽ ചേഞ്ച് ലോക്കാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇൻസൈറ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളത്. മാനിഫെസ്റ്റേഷനിലെ ലോജിക് അനുസരിച്ചിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മാറ്റുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എനിക്ക് സക്സസ് വേണമെന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സക്സസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നു. അപ്പം എന്താണ്, ആക്ഷൻസ് ഫോഴ്സ് ചെയ്യാതെ തന്നെ മാറും. നമ്മൾ കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കും, സെറ്റ് ബാക്സിൽ നിന്ന് വേഗം റിക്കവർ ചെയ്യും, നോൺസെൻസ് ഒട്ടും ടോളറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിനെയാണ് പിന്തുടരുന്നത്, അല്ലാതെ വെറുതെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ അല്ല. ഇനി ചിലർക്ക് മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ വീക്കായിട്ടുള്ള ഒരു ന്യൂറൽ വയറിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡൗട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, ഇമോഷണലി വളരെ സ്ട്രെസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ന്യൂറൽ പാത്വേസ് കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും.